കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി ഗിരിജമ്മ രാജേന്ദ്രൻ ചിങ്ങവനം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഭാരതത്തിന്റെ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ച ഒരു മഹാവിപ്ലവം അതായിരുന്നു 1888 ശിവരാത്രി നാളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ, ഒരായുധം പോലും ഉപയോഗിക്കാതെ ശാന്തവും നിശബ്ദവുമായി സ്വന്തം തപശക്തിയുടെ അഷ്ടബന്ധത്താൽ ഒരു ശിലയിൽ മറ്റൊരു ശിലാഖണ്ഡം ഉറപ്പിച്ച് വിശ്വമാനവികതയുടെ വിളംബരം ഉദ്ഘോഷിച്ച മഹാസംഭവം. സവർണർ നൂറ്റാണ്ടുകളായി കുത്തകയാക്കി വച്ചിരുന്ന ദൈവത്തെ സ്വതന്ത്രമാക്കി, ദൈവമില്ലാതിരുന്നവർക്ക് ദൈവത്തെ കൊടുത്ത, ദൈവങ്ങൾക്ക് മനുഷ്യരെ കാട്ടിക്കൊടുത്ത ദാർശനിക, സാമൂഹിക, മാനവിക നവോത്ഥാനത്തിന്റെ ശംഖനാദം മുഴങ്ങിയ ദിവസം. ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് ധനവും വിദ്യയും ശുചിത്വവും സ്വാതന്ത്ര്യവും നേടുന്നതിലേക്കുള്ള ഒരു ചുവടുവയ്പായിരുന്നു ആ ശിവരാത്രി ദിനം. അരുവിപ്പുറവും ശിവരാത്രിയും എന്ന വിഷയത്തിൽ ഇന്ന് ക്ലാസ് നയിക്കുന്ന അറിയപ്പെടുന്ന ഗുരുദേവ ധർമ്മ പ്രചാരകനും പ്രശസ്തനായ പ്രഭാഷകനും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ സജീഷ് കുമാർ മണലേൽ അവറുകളാണ്. പ്രഭാഷണ വേദികളിലെ ശ്രദ്ധേയ സാന്നിധ്യമായ സജീഷ് സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ലാസ് എടുക്കുന്നതിലേക്കായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സാർ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ ഗുരുവാര പാഠശാലയിലെ ഏറെ ആദരണീയരും പ്രിയരുമായിട്ടുള്ള പഠിതാക്കളെ, ഇവിടെ ഗുരുവാര പാഠശാലയുടെ ഇന്നത്തെ ഈ ദളത്തിന് സ്വാഗതം ഉദ്ഘോഷിച്ച ഏറെ ബഹുമാനിയായിട്ടുള്ള സുധാ ഷിബു ടീച്ചറ്, ഇതിൻ്റെ സാങ്കേതിക പിന്നണിയിൽ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ സുധീഷ് കുമാർജി, നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഈ ചടങ്ങിനെ മധുരമുള്ളതാക്കി മാറ്റിയ ഏറെ ബഹുമാനീയനായിട്ടുള്ള എഴുത്തുകാരൻ രാജശ്രീ പ്രണവത്തിൻ്റെ സഹധർമ്മിണി കൂടിയായിട്ടുള്ള ഗിരിജമ്മ രാജേന്ദ്രൻ അവറുകൾ ഉൾപ്പെടെ പഠനകേന്ദ്രത്തെ നയിക്കുന്ന ഏറെ ബഹുമാനായ പ്രസാദ് സാറ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉൾപ്പെടെ ഇതിൻ്റെ അഹമഹിയായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്ന പ്രമുഖരെ, ഷീല മോഹൻജി ഉൾപ്പെടെയുള്ള വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകരെ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇതൊരു പുത്തൻ അനുഭവമാണ് എനിക്ക്. കാരണം ഗുരുവാര പാഠശാലയിലെ ഒരു ബാലകനായ വിദ്യാർത്ഥിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് കോട്ടയം ശ്രീനാരായണ പഠനകേന്ദ്രത്തിന്റെ വേദിയിലേക്ക് വരുന്നത്. ഒരു നവാഗതനായിട്ടാണ് കടന്നു വരുന്നത്. മലയാള മനസ്സുകളിലും ഭാരതത്തിന്റെ മനസ്സിലും ലോക മനസ്സിലും നവാഗതമായ ചിന്തയുടെ ഉൽപ്പത്തിയായിരുന്നല്ലോ അരുവിപ്പുറം പ്രതിഷ്ഠ. ആ അരുവിപ്പുറം പ്രതിഷ്ഠയുമായി
എൻ്റെ പരിമിതമായ ചിന്തയെ ബന്ധിപ്പിക്കുവാനുള്ളൊരു അവസരം ഒരു ഗുരുവാര പാഠശാലയിലെ നവാഗതനായി ഇവിടെ വന്ന് പറയാൻ കഴിയുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് 60-ൽ പരം ആളുകൾ ഇപ്പോൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട് എന്നുള്ളതാണ്. അരിവിപ്പുറം പ്രതിഷ്ഠ പോലെ ഞെട്ടലോടുകൂടി ഞാൻ കാണുകയാണ്. കാരണം വളരെ നല്ല രീതിയിലുള്ള, കാരണം ഇപ്പോൾ നാഗമ്പടത്തെ ഉത്സവം കഴിഞ്ഞ അതിന് ശേഷമുള്ള ആ ഭഗവാൻ ശിവന്റെ ഉത്സവത്തിന് ശേഷമുള്ള ശിവസാന്നിധ്യമുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ്. അപ്പം വളരെ ഗംഭീരമായി പഠിതാക്കളുടെ ആത്മസമർപ്പണം നമ്മുടെ ഉത്സവത്തിന്റെ ഓരോ നാളുകളിലും ധന്യമാക്കുവാനുണ്ടായിരുന്നു. ആറാട്ടിന് ഒരു പുതിയ ശൈലിയായി ഭഗവാൻ എഴുന്നള്ളുമ്പോൾ അതിൻ്റെ മുമ്പിൽ അതിന് അലങ്കാരമായും പഠിതാക്കളുടെ ഒരു നിരയുണ്ട് ഉണ്ടാകുന്നതും കാണാനായിട്ടുള്ള ഒരവസരം ഉണ്ടായി. അതിങ്ങനെ അനസൂതം ഒരു പുഴയായി മീനച്ചിലാറിന് സമാന്തരമായി പഠനകേന്ദ്രത്തിന്റെ പഠിതാക്കളുടെ ഒരു പ്രവാഹം ഇങ്ങനെ നിലയ്ക്കാത്ത പ്രവാഹമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അനസൂതം അനവരതം എന്നും ഒഴുകട്ടെ, അതിന് ഭഗവാന്റെ ദിവ്യമായ കാരുണ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രസംഗിക സുധാഷിപ്പു എനിക്ക് വലിയ സന്തോഷം തോന്നിയത് എൻ്റെ 30-ാം നമ്പർ ശാഖയിലെ ഒരു കുടുംബയോഗത്തിന്റെ വാർഷികത്തിൽ സുധാഷിപ്പുവിന്റെ പ്രസംഗം കേൾക്കാൻ ഒരു അവസരം എനിക്കുണ്ടായി. ഞാനത് പഠനകേന്ദ്രത്തെ നയിക്കുന്ന ബഹുമാനായ പ്രസാദ് സാറിനോട് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഗംഭീരമായ ഒരു പ്രസംഗം, വളരെ അഭിമാനത്തോടു കൂടി അവിടെ അതിലെ പങ്കെടുക്കാൻ വന്ന ഒരു സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ഇരുന്ന് കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി. വലിയ സന്തോഷം തോന്നി. ഞാനതിനെ കാണുന്നത് പഠനകേന്ദ്രത്തിന്റെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ ജലരേഖയല്ല എന്നുള്ള വലിയ സത്യമാണ് ഇതിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത്. അധികം പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല പലരുടെയും. എന്ത് തന്നെയായാലും ഇവിടെ നടക്കുന്നത് വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൻ്റെ അറിവിലേക്കുള്ള പാഠമെന്ന ആ പരിപാടി തന്നെ പഠനകേന്ദ്രം വളരെ ലക്ഷണമൊത്ത രീതിയിൽ നടത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ദിനങ്ങളിൽ കാണാൻ കഴിഞ്ഞു. അപ്പൊ അപ്രകാരമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ പല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നവനീയമായ ആശയങ്ങൾ നിരന്തരം വരികയും അതുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തര പന്തിയും മത്സരങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഉള്ളവനെയും പലരും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ സത്യത്തില് എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, പലതിനും എന്നോട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കുമ്പോൾ മലയാള ഭാഷയിലെ ആദ്യത്തെ അക്ഷരമാണ് എനിക്ക് മറുപടി പറയാൻ കഴിയുന്നത്. എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കാറുള്ളൂ പലപ്പോഴും. അതുകൊണ്ടാണെന്ന് തോന്നി ഇപ്പോൾ പലരും വിളിച്ചു കാണുന്നുമില്ല. അപ്പോൾ അത്രയധികം ഗഹനമായ രീതിയിലേക്ക് പഠനത്തിന്റെ വൈവിധ്യധാരയിലേക്ക് ഈ കൂട്ടായ്മ, ഈ കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠനകേന്ദ്രത്തിന്റെ കൂട്ടായ്മ വളർന്നു ഉജ്ജ്വലിക്കുന്നു എന്നുള്ളത് വളരെ ശുഭസൂചകമായിട്ടുള്ള കാര്യമാണ്. ആ ഉജ്ജ്വലിക്കലിന്റെ എല്ലാം തുടക്കം എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അരിവിപ്പുറം എന്നുള്ളത്. നമ്മുടെ എല്ലാം ഈ ഉജ്ജ്വലിക്കലിന്റെയും പറന്ന് പരിലസിക്കലിന്റെയും ഇന്ന് നാം നേടിയിരിക്കുന്ന ഈ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും, അത് ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, ഈ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സമ്പത്തിന്റെയും എല്ലാം മൂലധനം എന്ന് പറയുന്നത്, അതിൻ്റെ ആരംഭ ഉറവിടം എന്ന് പറയുന്നത്, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്, നാം ആകത്തുകയായി ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരം അരിവിപ്പുറം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്ര താളുകളിൽ ഇഴകിച്ചേർന്നുകൊണ്ട് അരിവിപ്പുറത്തെ പഠിക്കുമ്പോഴാണ് ആ പഠനം ക്രിയാത്മകമായ ഒരു തലത്തിലേക്ക് വളരുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു നൂറ്റാണ്ടിനെ കുറിച്ച് എഴുതിയപ്പോ ചരിത്രകാരൻ എഴുതി വെച്ചത്, നായരും നമ്പൂതിരിയും വള്ളത്തേൽ പോകുന്നു. നായരും നമ്പൂതിരിയും വള്ളത്തേൽ പോയപ്പോഴാണ് താൻ നമ്പൂതിരിയാണെന്ന് നമ്പൂതിരിക്ക് തോന്നുകയും തൻ്റെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന തുഴക്കാരൻ നായര് ആണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നായരോടൊരൊറ്റ ചോദ്യം ചോദിച്ചത് ഈ മലയാളക്കരയിലാണ്. ചോദ്യം ഇതായിരുന്നു, അടിയകലം പാലിച്ചിട്ടാണോ നീ വള്ളത്തിലിരിക്കുന്നത് എന്നൊരു ചോദ്യം തൊട്ടപ്പുറത്തിരുന്ന് തുഴയുന്ന നായരോട് ചോദിച്ചപ്പോ
നായര പകച്ചുകൊണ്ട് പറയുകയല്ല, പകച്ചുപോയി ചരിത്രകാരൻ എഴുതി വെച്ചത്. ആ ചരിത്രകാരൻ പറഞ്ഞത്, പങ്കായം നഷ്ടപ്പെട്ടു പോയ നായര് വള്ളത്തിൽ നിന്ന് താഴെ വീണ് മുങ്ങി, നമ്പൂരി മുങ്ങി. പക്ഷേ ചരിത്രകാരൻ എഴുതി വെച്ച ക്രൂരമായ ചരിത്രം എന്ന് പറയുന്നത്, മരണവെപ്രാളത്തിന്റെ ഇടയിൽ നമ്പൂരിയാൻ ഇങ്ങനെ മുഖമുയർത്തിയിട്ട് നായരെ നോക്കി എന്നാ പറയുന്നത്. നായരും മരിക്കാൻ പോകുന്നു, നമ്പൂരിയും മരിക്കാൻ പോണു. ആ ചോദ്യത്തിനെ ചരിത്രകാരൻ പൂരിപ്പിച്ചത് ഇപ്രകാരമാണ്: അടിയകലം പാലിച്ചിട്ടാണോ നായരെ ഞാൻ കുടിച്ച ഗംഗാജലം തന്നെയാണോടാ കുടിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചതെന്ന് ചരിത്രകാരൻ എഴുതി വെച്ചു. അതിനുശേഷം ചരിത്രകാരൻ ആ ചരിത്രം അവസാനിപ്പിച്ചത്, നായരും മരിച്ചു നമ്പൂരി മരിച്ചു. പക്ഷെ നായര് മരിച്ചതും നമ്പൂരി മരിച്ചതും വലിയ അഭിമാനത്തോടു കൂടിയായിരുന്നു. കാര്യം എന്താ, നമ്പൂരിയാന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു മരണവിപ്രാളത്തിന്റെ ഇടയിലും ആ APN നായര് കുടിച്ചത് നോം കുടിച്ച ഗംഗാജലമല്ല, പിന്നെ എന്താ, ആ APN നായര് കുടിച്ചത് കലക്കവെള്ള. കാരണം നമ്പൂരിയുടെ മരണവെപ്രാളത്തിന്റെ ഇടയിലെ നോട്ടത്തിന്റെ ഇടയിൽ നായര് ഉള്ളി അഗാധതയിലേക്ക് പോയിട്ട് കലക്കവെള്ളം കുടിച്ച് പൊങ്ങി വന്നാണ് മരിച്ചത്. നായര് മരിച്ചതും അതുകൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരവുമായിട്ടാണ്. കാര്യം എന്താ, എന്റെ യജമാനൻ, ദൈവം നിശ്ചയിച്ച എന്റെ യജമാനൻ നമ്പൂരിയാൻ അടിയേരം പാലിക്കാതെ വള്ളത്തിലിരുന്ന ഞാൻ കുടിച്ചത് കലക്കവെള്ള. രണ്ടുപേരും മരിച്ചത് ജാതിയിൽ നിന്ന് വെണ്ണീറായ കേരള സമൂഹത്തിൽ നിന്നുമാണെന്നുള്ളത് എഴുതിയൊരു പുരാണമല്ല, ചരിത്രമാണ്. ആ പുരാണത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ആ പുരാണത്തിന്റെ കഥ പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും ചരിത്രത്തിന്റെ സത്തയില് നിറഞ്ഞാടേണ്ട ഒരു ചരിത്ര പുരുഷനായി ആറാട്ടുപുഴ വേലായുധ പണിക്കരും നിലകൊള്ളുകയാണ്. ആ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കണ്ട സർക്കാരിന്റെ ഖജനാവ് കാലിയാകുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുത്ത ആളാണല്ലോ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കുടുംബം. സ്വന്തമായി വിദേശങ്ങളുമായിട്ട് വാണിജ്യ വ്യാപാരം ഉണ്ടായിരുന്നല്ലോ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കുടുംബത്തിന്. സ്വന്തമായിട്ട് സഞ്ചരിക്കാൻ ആനകളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ ആനകളും കുതിരകളും ഒക്കെ ഉണ്ടായിട്ടും തനിക്കും തൻ്റെ സമൂഹത്തിനും തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ജാതിവേദനയുടെ ദുരന്തം ആറാട്ടുപുഴയെ ഒരുപാട് വേദനിപ്പിച്ചുവല്ലോ. ആറാട്ടുപുഴ എന്താ ചെയ്തത്? ജാതിയുടെ പേരിൽ മൂക്കുകുത്തി, സ്വർണ്ണ മൂക്കുകുത്തി ധരിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തെ ഇന്ന് 916 ഗോൾഡ് ഇടുന്ന സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകരണ പ്രക്രിയയിൽ ഇടപെട്ടു. മാറുമറയ്ക്കുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമല്ല, അത് ജാതീയമായി തെറ്റാണെന്ന് കരുതിയ ഒരു സമൂഹത്തിന്റെ മാറുമറച്ചപ്പോ സമ്പ്രദായത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന അന്നിന്റെ ജനത ആറാട്ടുപുഴയോട് പറഞ്ഞത്, മാറുമറച്ചുകൊണ്ട് റൗക്ക ധരിച്ചുകൊണ്ട് സമരം നടത്തിയപ്പോ അതിലെ ഒരു സ്ത്രീ പറഞ്ഞതായി ചരിത്രകാരൻ എഴുതി വെച്ചത്, ആറാട്ടുപുഴയോട് പറഞ്ഞു, എനിക്ക് നാണം തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് മാറുമറച്ചപ്പോ നാണം തോന്നുന്നുവെന്ന് മലയാളക്കരയിൽ ഒരു അമ്മ പറഞ്ഞിട്ട് 150 വർഷങ്ങൾക്കപ്പുറത്തേ ആയിട്ടുള്ളൂ. ചരിത്രത്തിലെ കുഞ്ഞേടുകളാണ്. ആ ചരിത്രത്തിന്റെ കുഞ്ഞേടുകളിൽ നിന്നുകൊണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പിലത്തെ കേരളം ഇതായിരുന്നുവെന്ന് മലയാളക്കരയിൽ ഇന്നും ഏത് ചരിത്രകാരനാണ് പറയുന്നത്? ചരിത്രത്തിന്റെ വിലാപഗീതങ്ങളിൽ ഉണ്ടാകുന്നത് രാഷ്ട്രീയക്കാരന്റെ പെരുമയിൽ മാത്രമായി ആണെന്ന് വിധിക്കപ്പെട്ട അഭിനവ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലുമൊക്കെ ജീവിക്കാൻ വിധേയരായപ്പെട്ടവരാണ് നമ്മൾ. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവർക്ക് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇന്നലെ ഇതേ സമയത്ത് ഞാൻ വൈക്കത്തായിരുന്നു. ഇതേ സമയത്ത് വൈക്കത്ത് SNDP യോഗം യൂത്ത് മൂവ്മെന്റ് വൈക്കം യൂണിയന്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ കോട്ടയംകാരായിട്ടുള്ള ശ്രീദേവൻ സനോജും കൂടിയിട്ട് പോകുമ്പോൾ ആ വൈക്കത്തെത്തിയപ്പോ സനോജും ശ്രീദേവും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതാണോ നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അമ്പലം? ഓർക്കുക, ആറാട്ടുപുഴ കായിക ബലവും തൻ്റെ അധികാരവും തൻ്റെ സമ്പത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് കലാരൂപത്തെ പോലും ജാതിയിൽ നിന്ന് വേർപെടുത്തുവാൻ വേണ്ടി ഉഗ്ര പോരാട്ടം ആറാട്ടുപുഴ നടത്തി, കായിക ബലം ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ അവസാനം ആ ബുദ്ധിശാലിയായ ദക്ഷിണാശാലിയായ ഒരുപാട് ഉയരമുണ്ടായിരുന്ന, വെളുത്ത മുഖമുണ്ടായിരുന്ന, വലിയ ചെവിയുണ്ടായിരുന്ന, ദീർഘമായ മൂക്കുണ്ടായിരുന്ന, കുടുമി കെട്ടിയ വെളുത്ത ചുമന്ന ദേഹം ഉണ്ടായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താ? ഒരു മനുഷ്യ മനസ്സിനെ മതിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് രംഗത്താണെങ്കിലും വാളുകൊണ്ട് മാത്രം കാര്യമില്ല.
പിന്നെ എന്താണ്? വാളുകൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെന്താ വേണ്ടത്? അവന്റെ മനസ്സിനെ മതിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എത്തുകയും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും ഒക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു ഈഴവൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ എന്താണ് ശിക്ഷാവിധി എന്ന് ചോദിക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. അപ്പൊ ആ ചരിത്രത്തിലെ തെറ്റും ശരിയും വ്യാഖ്യാനിക്കുന്നതിനപ്പുറത്ത് ഞാൻ ആ ചരിത്രം ആദ്യമായിട്ട് വായിക്കുന്നത് 27 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 27 വർഷമാകുന്നു. ആ 27 വർഷം മുമ്പ് വാസുദേവൻ എന്ന് പറയുന്ന ഒരു ഗോവക്കാരൻ എഴുതിയ ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന തീരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വായിച്ചത് ഈ സെക്കൻഡിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഹൃദയധമനിയിലും എല്ലാം ഓജസ്സായി നിലകൊള്ളുക. അദ്ദേഹം ഒരു കഥാകാരൻ എന്ന നിലയിൽ എഴുതി പിടിപ്പിച്ചതായിരിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാ: വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഭഗവാന് മുമ്പിലേക്ക് ഇതാ ഞാൻ സമർപ്പണമായിട്ട് 100 പണമല്ല 101 പൊന്മണം ഞാൻ ഇതാ സമർപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ 101 ചാട്ടവാറിന്റെ അടി കൊള്ളുവാൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് വെള്ളക്കുതിരയിൽ വാളും പിടിച്ചുകൊണ്ട് കയറി വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്ന് കുതിരപ്പുറത്ത് പോയി എന്നാണ് കഥാകാരനായ വാസുദേവൻ എന്ന കേരളീയനായ ഗോവയിൽ താമസിച്ച വാസുദേവൻ ജി എഴുതി വെച്ചത്. സത്യത്തില് അതിലെ ശരി തെറ്റുകൾക്കപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ രോധനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. കാരണം ഇനി കുഞ്ഞിന്റെ രക്ഷ എങ്ങനെ? കൃഷ്ണ രക്ഷ എന്ന് അത്യുച്ചത്തിൽ അലറിക്കരയുന്നത് അമ്മയോ, രക്ഷാബന്ധമിട്ട പൈതലോ, രക്ഷിവേഷമിട്ടൊരൻ നിരാലംബമാം ജീവാത്മാവോ എന്നൊരു കവി എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ ലോക ജനതയ്ക്ക് എന്താണ് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ദൈവമായിരിക്കും. ആ ദൈവത്തിലൂടെ മാത്രമേ സുഖത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ളത് ആറാട്ടുപുഴയുടെ ലക്ഷ്യങ്ങൾ ഒന്നായി മാറും. പക്ഷേ ആറാട്ടുപുഴ അങ്ങനെ ആദ്യമായി മലയാളക്കരയിൽ ഒരു ശിവക്ഷേത്ര നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണമൊക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹം മറ്റ് രണ്ട് ക്ഷേത്രങ്ങൾ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ നിർമ്മിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചു വരുന്ന വിഷയം ഇതായിരുന്നു. പക്ഷെ ആറാട്ടുപുഴ ഇവിടെയെല്ലാം ഉപയോഗിച്ചത് വാളാകുന്ന ആയുധവും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാസുരമായ ലക്ഷ്യത്തെ മുന്നിൽ നിർത്താൻ കഴിഞ്ഞത്. പക്ഷെ അവിടെ നിന്നുമാണ് മഹാഗുരുവിന്റെ തിരുവവതാരത്തിന്റെ പ്രത്യേകത അവർണ്ണനീയവും അവാജ്യവുമായി മാറുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ അവതാരം അവർണ്ണനീയവും അവാജ്യസുന്ദരവുമായി മാറുന്നത് നമ്മുടെ വയലാർ കവി പാടിയതുപോലെ വാളല്ലൻ സമരായുധം ക്ഷണചണനാഥം മുഴക്കിയിടുവാൻ ആളല്ല ഞാൻ, എൻ കരവാള് വിറ്റ് ഒരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ എൻ്റെ വാളാകുന്ന ആയുധത്തെ മാറ്റിവെച്ചുകൊണ്ട് മണിപ്പൊൻ വീണ വാങ്ങിച്ചു എന്ന് വയലാർ എഴുതിയതുപോലെ ആ ചെമ്പഴന്തിയിലെ പുണ്യമായ അരുണോദയം, ആ അരുണോദയം ചെയ്ത എന്താ? സ്നേഹമാകുന്ന ആയുധമാണ് പരിവർത്തനത്തിന്റെ ആയുധമെന്ന് പഠിപ്പിച്ചു. ഗുരുവിന്റെ ദൈവം എന്ന് പറയുന്നത് അരുളായിരുന്നു. അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്ന് ആണ് ഇത് ജീവതാരകം. അതുകൊണ്ടാണ് 9 അക്ഷരങ്ങൾ നിരന്തരമായി ഉരുവിട്ടുകൊണ്ട് ആ അക്ഷരത്തിന്റെ സ്വരഗീതയുടെ ഇമ്പമാക്കിയിട്ട് വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മാറ്റിമറിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത്. അരുളുള്ളവനാണ് ജീവി. ഈ നവാക്ഷരി മന്ത്രം നവസ്വരങ്ങൾക്കപ്പുറത്തുള്ള സ്വരലയങ്ങൾക്കപ്പുറത്തുള്ള സർഗഗീതമായി ജീവിതത്തിന്റെ സമസ്ത രംഗങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യുവാനാണല്ലോ എന്റെയും നിങ്ങളുടെയും ഹൃദയേശ്വരനായ മഹാഗുരു നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള പഠിപ്പിക്കൽ നടത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, ഓർക്കുക, ശ്രീനാരായണ ഗുരുദേവന്റെ അത്ഭുതത്തെക്കുറിച്ച് ഒരു ചരിത്രകാരൻ എഴുതി വെച്ചത് എന്താ? ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇന്നും ആത്മീയത എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുവാനുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ അത്ഭുത സിദ്ധിയാണ് ആളുകളെ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ അത്ഭുത സിദ്ധി കിട്ടുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണല്ലോ നാഗമ്പടം ക്ഷേത്രം നമുക്ക് അന്യമാവുകയും നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിനടുത്ത് മറ്റൊരു ക്ഷേത്രം നമുക്കെല്ലാം സ്വീകാര്യമാവുകയും നമ്മുടെ വലിയൊരു ജനതയ്ക്ക് സ്വീകാര്യമായി നിൽക്കുന്ന 2025 ആദ്യ പാദങ്ങളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ചരിത്രകാരൻ സൂചിപ്പിക്കുന്നത് ഗുരുവിന്റെ ആ സത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതമായിരുന്നു. കൃത്യനിഷ്ഠ, ശുദ്ധി, അതുപോലെയുള്ള ഭക്തി, അതോടുകൂടിയുള്ള ആ ദിനചര്യയാണ് ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ ഗുരു പറഞ്ഞത് ബ്രഹ്മചര്യത്തിന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും അത് സാധിക്കാത്തവര് ബ്രഹ്മചാരിയായി തുടരണ്ട എന്നും ഒക്കെ ഗുരു പറയുമ്പോൾ അത് ആ ഗുരുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഗുരുവിന്റെ ആ ജീവിതത്തിന്റെ നിഷ്ഠയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിഷ്ഠ കരുണാവസന്തമായ ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുരുവിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി ലോകത്തിലെ ഗുരുവിന്റെ മൊത്തത്തിലുള്ള ദർശനത്തെയും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ തമോനിഷ്ഠനായി അവധൂതനായി ലോകം മുഴുവൻ സഞ്ചരിച്ച ശ്രീനാരായണ ഗുരുദേവൻ തന്റെ കർമായുധങ്ങൾ പാഞ്ഞെടുത്ത 10,000 അക്ഷൗഹിണിപ്പടകളെ നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനും ആ അക്ഷൗഹിണിപ്പടകളോട് മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ട് സമാധാനമാണ് യുദ്ധത്തിന്റെ ഭാഷയെന്നും സംസ്കൃതിയെന്നും പഠിപ്പിച്ചുകൊണ്ട് ആ അക്ഷൗഹിണിപ്പടകളെ മുഴുവൻ അമ്പെയ്ത് വീഴ്ത്തിയത് ശ്രീനാരായണ ഗുരുദേവൻ സ്നേഹമാകുന്ന ആയുധം കൊണ്ടായിരുന്നു. ആ ആയുധങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, ആ ഗുരുവിന്റെ കുരുക്ഷേത്ര ഭൂമി എന്ന് പറയുന്നത്, ആ ഗുരുവിന്റെ കൈലാസം എന്ന് പറയുന്നത്, ആ ഗുരുവിന്റെ വൈകുണ്ഠം എന്ന് പറയുന്നത് സാക്ഷാൽ അരിവിപ്പുറം തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടുന്ന് സാക്ഷാൽ പരമേശ്വരന്റെ സത്ത തന്നെയാണെന്ന് ആ മണ്ണിൽ വെച്ച് ഗുരുവിന്റെ ഓരം ചേർന്ന് നടന്ന അയ്യപ്പൻ പിള്ള അല്ലെങ്കിൽ കൊച്ചപ്പിപ്പിള്ള എന്ന ശിവലിംഗദാസ സ്വാമികൾ എഴുതി പിടിപ്പിച്ചത് ഇത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപൻ തന്നെയാണ് എന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് എഴുതി പിടിപ്പിച്ച മണ്ണിന്റെ പേരും അരിവിപ്പുറം എന്ന് തന്നെ ആയിരുന്നല്ലോ. ആ അരിവിപ്പുറത്തിന്റെ ഓര മൃഗങ്ങളുള്ള ആ കാടിന്റെ വന്യതയിൽ ഇന്ന് അരിവിപ്പുറം NH പോലെയായി മാറിയിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും അരിവിപ്പുറത്തിനടുത്ത് മറ്റൊരു സംഘടനയുടെ യോഗത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 1 മാസം മുമ്പ് പോയതാണ്. അവിടെ ചെന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി അരിവിപ്പുറത്തെ കുറിച്ച് സംസാരിച്ചപ്പോ എന്നോടൊപ്പം ഒരു സംഘം ആളുകൾ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കൗതുകത്തോട് ഓർക്കുകയാണ്, ഒരു സംഘം ആളുകൾ അരിവിപ്പുറത്തേക്ക് വന്നതുമൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് ഈ നിമിഷം വരിക. അതിന് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ആ അരിവിപ്പുറത്തിന്റെ ധന്യത തൻ്റെ ജീവിതത്തിന്റെ ലാവണ്യ ഭൂമിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ആ അരിവിപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ഈ നാടിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. പുലിവാതിക്കലെ വേലായുധൻ വൈദ്യൻ നല്ല ഭക്തനായിരുന്നല്ലോ. പുലിവാതിക്കലെ വേലായുധൻ വൈദ്യന്റെ കുടുംബവുമായി ഈ യൗവനയുക്തനായ തീഷ്ണ യൗവനത്തിന്റെ പ്രതീകമായിട്ടുള്ള മഹാഗുരുവിന്റെ ചൈതന്യം വളരെ അടുത്ത് നിന്നിരുന്നുവല്ലോ. ഓർക്കുക, 924 വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ നിയാമക കാരണക്കാരൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ ആ വൈക്കത്തിന്റെ ഓരത്തുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഗുരു സഞ്ചരിച്ച വാഹനം തടഞ്ഞത് ചരിത്രമാണ്. ആ വാഹനം തടഞ്ഞപ്പോ ഗുരു അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഗുരു ഒരു വാക്യം ഉരുൾ ചെയ്തിരുന്നു, ഇതിനും നാം നിമിത്തമായല്ലോ എന്ന്. ഇതിനും നാം നിമിത്തമായല്ലോ എന്ന്. ആ ഗുരുവിനെ തടഞ്ഞു എന്നുള്ള വാർത്ത TK മാധവൻ എന്ന് പറയുന്ന യൗവന തീഷ്ണത്തിന്റെ ലോകപ്രതീകമായ 44.5 വയസ്സില് എന്നെയും നിങ്ങളെയും ഒക്കെ TK മാധവൻ വിട്ടുപിരിഞ്ഞത് ഒരൊറ്റ കാര്യം കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാനും നിങ്ങളുമൊക്കെ. എത്ര വയസ്സായാലും അത് സംഘടനയിലാവട്ടെ, ജീവിതത്തിന്റെ ഏത് രംഗത്തായിക്കട്ടെ, 44.5 വയസ്സിൽ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 44.5 വയസ്സിൽ മരിച്ചയാളാണ് TK മാധവൻ എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ആ മാധവന്റെ രോക്ഷം ഗുരുവിനും വിലക്കോ എന്നുള്ള ചോദ്യ. അതിനുശേഷമല്ലേ ഗാന്ധിജി ഉണ്ടാവുന്നത്, അതിനുശേഷമല്ലേ പെരിയോറൊക്കെ ഉണ്ടാവുന്നത്. വലിയ ഓറായിട്ട് പെരിയോറ് മാറുകയും TK മാധവനും ഗുരുദേവനും ഒക്കെ ചെറിയ നക്ഷത്രങ്ങളാവുകയും വലിയ സൂര്യൻ മറ്റു പലരുമാണെന്ന് പറയുന്ന ചരിത്ര വ്യാഖ്യാനങ്ങളുടെ നടുവരമ്പുകളിലൂടെയാണ് വൈക്കം സത്യാഗ്രഹം 100 വർഷങ്ങൾ കഴിയുമ്പോൾ നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ആ വൈക്കം സത്യാഗ്രഹത്തിന് എപ്രകാരം നിയാമക കാരണക്കാരനായി ശ്രീനാരായണ തൃപ്പാദങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ സ്വാമി തൃപ്പാദങ്ങൾ മാറിയോ, അതുപോലെ തന്നെയല്ലേ ആ പുലിവാതിക്കൽ വേലായുധനുമായിട്ട് വേലായുധൻ വൈദ്യൻ പറയുക, അല്ലേ, എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം. എന്താ? അങ്കോട് ക്ഷേത്രം. ഞാൻ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നതാ. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പോകുന്നത്?
ഞാൻ പോയി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് മാറി ഒരു കല്ലിട്ടിട്ടുണ്ട്. ആ കല്ലിന്റെ മുമ്പിൽ പോയിട്ട് ഒളിഞ്ഞു നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. അതല്ലേ മാർഗമുള്ളൂ. ദാ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ആര്? ഈ വേലായുധൻ വൈദ്യന്. ആ വേലായുധൻ വൈദ്യൻ പോകാൻ നിൽക്കുമ്പോ ഗുരു പറഞ്ഞു, നാമും വരട്ടെ വൈദ്യന്റെ കൂടെ. വലിയ അത്ഭുതവും സന്തോഷവുമായി വേലായുധൻ വൈദ്യന്. പുലിവാതിക്കൽ വേലായുധൻ വൈദ്യൻ എന്ത് ചെയ്തു? തൃപ്പാദങ്ങളോടൊപ്പം ചേർന്ന് അങ്ങ് പോയി. എവിടെ പോയി? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോയി. എവിടെ പോയി? ഒളിഞ്ഞു പാത്ത് നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ കൂടെ പോയി പുലിവാതിക്കൽ വൈദ്യൻ നിന്നുകൊണ്ട് തൊഴുക. എഴുതു മടങ്ങിയപ്പോ വൈദ്യരോട് ഒരൊറ്റ ചോദ്യം കൊണ്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എത്ര ബുദ്ധിമുട്ടിയിട്ടാ വൈദ്യര് തൊഴുതല്ലേ? ഇങ്ങനെ തൊഴുതാൻ മതിയോ? നമുക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്രകാരം വേദന അനുഭവിക്കേണ്ടി വരുമോ? കാരണം എന്താ? ശാന്തിക്കാരന് പൈസ കൊടുത്തു, ഗൗരവത്തോടെ അങ്ങ് നിന്ന് പ്രസാദം എറിഞ്ഞു കൊടുത്ത ആ പ്രസാദവുമായി വന്ന് നിന്ന ചരിത്രം ഓർക്കുക. ടി.കെ. മാധവന്റെ വലിയമ്മയുണ്ട്. വലിയമ്മ മരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിക്കാതെ ഈ പറയുന്ന ആത്മീയ എന്താ പറയുന്ന ഭക്തി ജടിലമായിരുന്ന ജീവിത സാഹചര്യത്തില് താന് തന്റെ വ്രതം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണൻ കഴിച്ച ഉച്ഛിഷ്ടം കഴിക്കണം. ആ ഉച്ഛിഷ്ടം കിട്ടാതെ, ഉച്ഛിഷ്ടം വൈകിയത് കൊണ്ടാണ് ടി.കെ. മാധവന്റെ വലിയമ്മ മരിക്കുന്നത്. കാരണം ഭക്തിയിൽ PhD എടുത്തു. കാരണം എന്താ? സവർണദാസന്മാരായി നിന്നു പോയിരുന്ന ഇന്നലെയുടെ വേദനിപ്പിക്കുന്ന ചരിത്രം അതിന്നും ഈ സെക്കൻഡിലും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അശനിപാതം പോലെ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ആദരണീയരായ ചരിത്ര കുതികളായ ചരിത്ര പണ്ഡിതരായിട്ടുള്ള പഠിതാക്കളെ, ഞാനും നിങ്ങളും ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് അരിയുപ്പുറത്തെ ഹൃദയത്തിലും ആത്മാവിലും ചിന്തയിലും പേറിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവ സത്തയെ പേറിക്കൊണ്ട് ശിവരാത്രിയുടെ പുണ്യത്തിലേക്ക് അടുത്ത ദിനം പോകുമ്പോ മാമൂലിലൂടെ നാം പഠിച്ച കാളകൂട വർഷത്തിന്റെ ശിവരാത്രിയാണോ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് പേറേണ്ടത്? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് വരേണ്ട ശിവരാത്രി എന്താണ്? ഗുരുദേവൻ പഠിപ്പിച്ചത് എന്തിനാണ്? ഞാൻ പറയും, ശിവരാത്രിയുടെ രാത്രിയിൽ ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തിയത് ഈ ഇരുട്ടെന്ന് പറയുന്നത് നാളത്തെ പ്രഭാതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നാളത്തെ പ്രഭാതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇരുട്ടെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുവാനും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അണുകോണിലും വെളിച്ചം പരത്തുവാൻ വേണ്ടിയും ഈ ഇരുട്ടില്ലാതാകുന്ന നാളെയുടെ വെളിച്ചമുണ്ട്. ആ പ്രഭാതത്തെ കണികൊണ്ടുവരുവാൻ ആണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ഘോരമായ അർദ്ധരാത്രിയില് ആ മഹത്തായ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഓർക്കുക, എത്ര അത്ഭുതമാണ്, എത്ര അത്ഭുതകരമാണ്. നമ്മുടെ ഇതിലെ ഒരു പ്രഭാഷകൻ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കല് നമ്മുടെ യൂണിയനില് നമ്മുടെ നാഗമ്പടത്തെ കവികുമാര മന്ദിരത്തിലെ ഓഡിറ്റോറിയത്തില് വിവിധങ്ങളായ പരിപാടി നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗം നടക്കുകയാണ്. ഇതിലെ അദ്ദേഹം നമ്മുടെ കൊല്ലാട് സ്വദേശിയാണെന്ന് എനിക്ക് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അദ്ദേഹം നിന്ന് പ്രസംഗിച്ച വിഷയം അരിയുപ്പുറമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായവും മറ്റെല്ലാം മറന്നുകൊണ്ട് അതിതീക്ഷ്ണമായി അരിയുപ്പുറം ശിവപ്രതിഷ്ഠയുടെ ഓരോ സെക്കൻഡും ഓരോ അണുകോണും തന്റെ ഹൃദയത്തിൽ സാംശീകരിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇന്നെന്ന പോലെ എൻ്റെ ഓർമ്മയിലേക്ക് ഈ സെക്കൻഡിൽ കടന്നു വരിക. ആ അരിയുപ്പുറം പ്രതിഷ്ഠ ഓർക്കുക. നമുക്ക് അപ്പം പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോ അത് പുറത്തേക്ക് വിട്ടില്ലല്ലോ. കാര്യങ്ങളൊന്നും അത്ര ഭംഗിയായിട്ട് ഗുരു പുറത്തേക്ക് പറഞ്ഞില്ല. കാരണം എന്താ? ഗുരു എന്തായിരുന്നില്ല, നമ്മള് ഈ നിമിഷവും ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം പ്രവൃത്തിയായിട്ട് പണിയെടുക്കുന്നവരാ. പ്രവൃത്തിയായിട്ട് പണിയാണ് കാരണം നമുക്കെല്ലാം. കാരണം എന്താ? ആര് ചെറുതാവുകയും പ്രവൃത്തി വലുതാവുകയും ചെയ്യുന്ന ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട മനസ്സുള്ളവരാ നമ്മളൊക്കെ. അവിടെ പ്രവൃത്തിയായിട്ട് പണിയില്ലാതെ ആര് ചെറുതാവുകയും പ്രവൃത്തി വലുതാവുകയും ചെയ്ത ഗുരു അങ്ങനെ പുറത്തേക്ക് ഇതൊന്നും പ്രകടമാക്കാതെ പ്രതിഷ്ഠ നടത്തുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ മാലോകരുടെ മുമ്പിലേക്ക് പോലും ഇംഗിതം വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ പറയുമ്പോ ആ പറയുന്ന സാഹചര്യത്തില് വളരെ യാതൊരുവിധ ഭൗതികമായ സാഹചര്യവുമില്ലാത്ത ആ മണ്ണില് പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് സ്വാമിത്രിപാദങ്ങള് അവിടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബിംബം, ഒരു കല്ലാശാരിയെ വിളിപ്പിച്ച് പീഠമൊക്കെ തയ്യാറാക്കി. പീഠം വെക്കാൻ നമുക്കറിയാം,
ബിംബത്തിന്റെ അളവും പീഠത്തിന്റെ അളവും ഒക്കെ ശരിയാകണം, അതിലുള്ള കുഴിയും ഒക്കെ ശരിയാകണം. പക്ഷെ ഗുരു പറഞ്ഞ അളവില് എല്ലാം നിശ്ചയിച്ചു വെച്ചു. ബിംബത്തെ കുറിച്ച് ചോദിച്ചപ്പം അത് സമയമാകുമ്പോൾ എത്തിക്കോളുമെന്ന് പറയുന്ന ഒരു ധിഷണാശാലിത്വമുണ്ട്. ആ ധിഷണാശാലിത്വത്തിൽ നിന്ന് ഗുരു എന്ത് ചെയ്തു? ആ ബിംബവുമായിട്ട് ഇറങ്ങിച്ചെന്ന്, ആ ബിംബം എടുക്കുന്നതിനായിട്ട് ഇറങ്ങിച്ചെന്ന്. സത്യത്തില് ഈ സമയത്ത് അതൊരു പുനർവായന നടത്തണമെന്ന് തോന്നുകയാണ്. ഞാനത് പെട്ടെന്ന് നമ്മുടെ ശിവലിംഗദാസ് സ്വാമികൾ അതിനെക്കുറിച്ച് വർണ്ണിച്ചു വെച്ച കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്, അത് ആ രീതിയിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട്, ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി ആ ശിവലിംഗദാസ് സ്വാമികൾ പറഞ്ഞ കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം അത് ആശാൻ വർണ്ണിച്ചിട്ടുണ്ട്. 1-2 ദിവസം മുമ്പ് മാത്രമേ പ്രതിഷ്ഠാ വിവരം ഗുരുദേവൻ അറിയിച്ചുള്ളൂ. നിരാഡംബരമായി അത് നിർവഹിക്കാനായിരുന്നു തീരുമാനം. ശിവരാത്രിയാകയാൽ ഭക്തജനങ്ങൾ ഉറക്കമൊഴിക്കാൻ വന്നുകൂടും. അവരുടെ ഭജനഗാനങ്ങൾ ഉണ്ടാകും. കൂടിയേ കഴിയുള്ളൂ എന്നുള്ള പൂജാ സാമഗ്രികളിലും കരുതി പ്രസ്തുത ദിവസം പുലർന്നു. അന്ന് ഗുരുദേവൻ കൂടുതൽ ചിന്താമഗ്നനായി കാണപ്പെട്ടു. ദിനകൃത്യങ്ങൾ പോലും ഓർമ്മിപ്പിക്കേണ്ടിയിരുന്നു. പ്രതിഷ്ഠയ്ക്കുദ്ദേശിച്ച ആ പാറപ്പരപ്പിൽ എല്ലാം സജ്ജമായി. നേരം പാതിരയോട് സമീപിച്ചു. ഗുരുദേവൻ സ്നാനം ചെയ്യാൻ പുറപ്പെട്ടു. കൂടുതൽ താഴ്ചയുള്ളതായി കരുതപ്പെടുന്ന ഒരു കയത്തിലാണ് ശങ്കരൻകുഴി. പതിവിന് വിപരീതമായി ഇറങ്ങിച്ചെന്നത്. ആ ഭാഗത്താരും ഇറങ്ങാറില്ല. കാരണം ആ കുഴിയുടെ ആഴം കണ്ടവരില്ല. 2-3 പേർ മുമ്പ് ആ കുഴിയിൽ മരണമടഞ്ഞിട്ടുണ്ട്. ശിഷ്യജനങ്ങളുടെ തടസ്സങ്ങളൊന്നും തന്നെ വകവച്ചില്ല. ഭക്തന്മാരുടെ സങ്കീർത്തനങ്ങളും മറ്റും മുഴങ്ങുന്നുണ്ട്. ചുരുക്കം ചില ഭക്തന്മാർ മാത്രം ഗുരുദേവന് ഇറങ്ങിയ ഭാഗത്ത് ശ്രദ്ധിച്ചു നിൽക്കുന്നു. സമയം അതിക്രമിക്കുന്നു. അവിടുന്ന് പൊങ്ങി വരുന്നില്ല. വിവരമറിഞ്ഞു പലരും ആ ഭാഗത്ത് വന്നു നിൽപ്പായി. വിഷമിച്ചു പലരും മാറത്ത് കൈവച്ചു പോയി. ഒരു വാക്കു പറയാൻ ആർക്കും നാവ് പൊങ്ങുന്നില്ല. അരുവി മാത്രം ജയഭേരി മുഴക്കുന്നു. പലർക്കും പരിഭ്രമം പരകാഷ്ഠയിലെത്തി. അപ്പോൾ കാണാം സ്വാമികൾ വലതു കൈയിൽ ഒരു വിഗ്രഹം പൊക്കിപ്പിടിച്ച, ഇടതു കൈയിൽ കായികാഭ്യാസിയുടെ പാടവത്തോടെ പായൽ പറ്റിയ പാറച്ചെരുവിൽ ഊന്നിപ്പൊങ്ങി പ്രത്യക്ഷനാകുന്നു. ആറ്റിൽ നിന്ന് അങ്ങനെ ഉദിച്ചു പൊങ്ങിയ ഭഗവാന്റെ മുഖം നേരെ നോക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്കുണ്ടായിരുന്നു ആ മുഖത്തിന്റെ തേജസ്. അത് വികസിച്ച ഒരു അരുണാരവിന്ദം പോലെയായിരുന്നു. കണ്ണുകളുടെ ദീപ്തി പറയാവതല്ല. ശാന്തതയ്ക്ക് പകരം ആ മുഖത്തപ്പോൾ അത്യുജ്വല കാന്തിയാണ് കളിയാടിയത്. പൂജാസാമാനങ്ങൾ എടുത്തു കൊടുത്തത് ഞാനായിരുന്നു. ആര്? ശിവലിംഗദാസ സ്വാമികൾ. അപ്പോഴൊന്നും ഗുരുദേവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ആ സമയത്ത് മുകളിലുള്ള ആകാശത്തിൽ ഒരു കാന്തിക പ്രസരണം ഉണ്ടായത് ഞാൻ സ്പഷ്ടമായി കണ്ടു. അതിപ്പോഴും എൻ്റെ ഓർമ്മയിൽ പുത്തനായി തന്നെ ഇരിക്കുന്നു. ആ പ്രഭയുടെ വിശേഷം ശിവലിംഗ പീഠത്തിൽ ലയിച്ചു എന്നുള്ളതാണ്. അതുറപ്പിക്കാൻ അഷ്ടബന്ധം വേണ്ടി വരുന്നില്ല. ഇങ്ങനെയാണ് ഗുരുദേവൻ അവിടുത്തെ അവതാരത്തിന്റെ അത്ഭുതാംശത്തെ വെളിപ്പെടുത്തിയത്. ഇത് ശിവലിംഗദാസ സ്വാമിജിയുടെ ഭാഷയാണ്. ഇതിനെ നേരിട്ട് കണ്ട വിവരണമാണ്. നാം ഇന്ന് പോകുന്ന മഹാക്ഷേത്രങ്ങളൊക്കെ സിദ്ധന്മാരും ബുദ്ധന്മാരും ഒക്കെ പ്രതിഷ്ഠിച്ചു എന്ന് നമ്മൾ അറിയുകയും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഇതാ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠയെ കുറിച്ച് കൃത്യമായിട്ട് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ ശിവരാത്രി അടുത്തിരിക്കുന്നു. 26-ലേക്ക് ഇനി അധികം ദൂരമില്ല. ആ 26-ലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട പഠിതാക്കളെ, നാം ഈ ശിവരാത്രിയെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ലേ? കാളകൂട വിഷവും നോക്കി പാതിരാത്രിയിൽ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് എന്താണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത വസന്തമായി മാറുന്ന ഈ ശിവരാത്രിയിലെ അത്ഭുതമായ ഈ ശിവപ്രതിഷ്ഠ? ലോക ചരിത്രത്തിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ആ ശിവപ്രതിഷ്ഠയുടെ മഹിമ എന്താ? ഈ ശിവരാത്രിയിൽ ഞാനും നിങ്ങളും പോവേണ്ട ഇടമേതാണ്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞതിന്റെ മുമ്പിലെ വർഷവും ഒരുപാട് വർഷങ്ങളായി നാഗമ്പടത്ത് പതിവില്ലാത്ത രീതിയിൽ ഉള്ള ജനസഞ്ചയം വരുന്നുണ്ട് ശിവരാത്രി ദിവസം. പക്ഷേ ആ ശിവരാത്രിക്ക് വരുമ്പോ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ വരുന്ന 100 പേര് വരുന്നുണ്ടെങ്കിൽ അതിന്റെ 80-നടുത്ത് ആളുകളും വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? മറ്റ് ക്ഷേത്രങ്ങൾ പോയിട്ട് അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരായി
2025 നിൽക്കുന്ന ജനതയാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശിവ പ്രതിഷ്ഠയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആ ലക്ഷ്യത്തിൽ വെള്ളം ചേർത്തവരായി 2025 ഞാനും നിങ്ങളും മാറിയിരിക്കുന്നു. അവിടെയാണ് ഈ കാളകൂട വിഷം നമ്മുടെ ഹൃദയത്തിലാണ് ഇന്നും നമ്മൾ പേറിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. നമ്മൾ ആ കാളകൂട വിഷം ഛർദ്ദിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠാ സങ്കല്പത്തിന്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരേണ്ട അഭിനവ കാലത്ത് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു കാലത്തിന്റെ അനിവാര്യതയാണ്. കാരണം നമുക്കറിയാം, വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു ജനതയായി ഞാനും നിങ്ങളുമൊക്കെ മാറിയിരിക്കുന്നു അഭിനവ കാലത്ത് എന്ന് പറയുന്നത്. അവിടെ ശ്രീനാരായണ ഗുരുദേവൻ എന്തിനാണ് ഈ അരുവിപ്പുറത്തെ ഈ ശിവപ്രതിഷ്ഠയെ കേന്ദ്രീകൃതമാക്കിയിരുന്നത്? ഗുരുവിന്റെ ലക്ഷ്യം എന്താ? ആളുകളെല്ലാം കൂടുന്ന ഇടമാക്കിയിട്ട് ആ അരുവിപ്പുറത്തെ മാറ്റി അവിടെ അരുവിപ്പുറം ക്ഷേത്രയോഗം, വാവൂട്ടി യോഗം എന്ന് പറയുന്ന വാവൂട്ടാൻ വന്നിരുന്ന ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചിരുന്ന സംഘബോധം, ഒരുമയുടെ ബോധം. ഒരുമ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരുമ എന്ന് പറയുന്നത് കൃഷിക്കും കച്ചവടത്തിനും കൈത്തൊഴിലിനും ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നു. ഭക്തി, ആ ഭക്തിയിൽ നിന്നും ഉണ്ടാകേണ്ടത് സംഘബോധമാണ്. എന്റെയും നിങ്ങളുടെയും പഠന കേന്ദ്രത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള നാഗമ്പടത്തെ തേന്മാവിന്റെ തണലിരുന്നു കൊണ്ട് സായം സന്ധ്യയ്ക്ക് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച വിദ്യാഭ്യാസവും ശുചിത്വവും കഴിഞ്ഞുള്ള ഇടം ഭക്തിയാണ്. ആ ഭക്തിയിൽ നിന്ന് പഠിക്കേണ്ട പാവനത്വം എന്ന് പറയുന്നത് എന്താ? സംഘടനയാണ്, സംഘബോധമാണ്. ആ സംഘബോധം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജീവിതത്തിന്റെ ഭൗതിക രംഗത്തെ സമസ്ത രംഗങ്ങളിലും ഉയർന്നു ഉണരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഭൗതിക രംഗമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ സംഘടനയുടെ നടുമധ്യത്തിലേക്ക്, നടുത്തളത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് മുമ്പുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവേശികയായിരുന്നു ആ വിഗ്രഹമെന്ന്, ആ ശിവലിംഗം എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്ന അനിവാര്യതയുണ്ട്. അതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ ശിവരാത്രിയുടെ ഓരം ചേർന്നുകൊണ്ടുള്ള അരീപ്പുറവും ശിവപ്രതിഷ്ഠയും എന്ന ഈ വിഷയത്തെ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ചിന്തയായി നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ ചിന്തയുമായി ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് സംവദിക്കുവാനുള്ളത് ഈ ഒരു വിഷയമാണ്. ഈ അരീപ്പുറം ശിവപ്രതിഷ്ഠ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? എന്റെയും നിങ്ങളുടെയും ഉണർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം എന്താ? കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മാത്രം മുഴുകിയിരുന്ന എന്റെയും നിങ്ങളുടെയും ഇന്നലെയുടെ ജന്മങ്ങൾ, ഇന്നലെയുടെ തലമുറയെ മാറ്റത്തിന്റെ പ്രകരണത്തിലേക്ക് കൊണ്ടുവന്നതാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്റെ കാലുകൾ എവിടെ ഇരിക്കുകയാണ്? നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 8 ദിവസത്തെ ഉത്സവത്തിന് താലപ്പൊലിയുണ്ട്. ആ താലപ്പൊലിക്ക് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ദേവൻ ഞങ്ങളുടെ ഇവിടെ ഇരിപ്പില്ലേ? അവിടെ താലപ്പൊലിക്ക് ഞങ്ങൾ പോകുന്നുണ്ടെന്ന് പറയുന്ന ജനത ഇന്നും എന്റെയും നിങ്ങളുടെയും ഇടയിൽ നിൽക്കുകയാണ്. വലിയ നോട്ടിടേണ്ടത് അവിടെയാണ്. കാരണമാണ് അവിടെയാണ് വലിയ ആളിരിക്കുന്നത്. കാര്യം എന്താ? അവിടെ ചെന്നാല് ഷട്ടിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാൻ കഴിയില്ല. നാഗമ്പടത്ത് വന്നാല് ഷട്ടിട്ടുകൊണ്ട് കയറാൻ കഴിയും. കാരണം എന്താ? എന്റെയും നിങ്ങളുടെയും സത്വാവബോധം നിൽക്കുകയാണ് നാഗമ്പടത്തിന്റെ മണ്ണില്. എന്റെയും നിങ്ങളുടെയും സത്വാവബോധം നിലനിൽക്കുകയാണ് അങ്ങ് അരുവിപ്പുറത്തിന്റെ മണ്ണില്, കോലത്തുകരയുടെ മണ്ണിൽ നിൽക്കുക. ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്ന് എന്തോ മൂർത്തി എന്ന് പറഞ്ഞ പേരുള്ള ഒരു പ്രമാണി പറയുക. അദ്ദേഹം പറഞ്ഞത് അരുവിപ്പുറം ക്ഷേത്രത്തിൽ എത്ര പേര് പോകുന്നുണ്ട്? തീർത്ഥാടനം നടക്കുമ്പോൾ പോലും കോലത്തുകരയിൽ എത്ര പേര് ചെല്ലുന്നുണ്ട്? മണ്ണന്തലിയിൽ എത്ര പേര് ചെല്ലുന്നുണ്ട്? കാരണം എന്താ? ഇതൊന്നും തന്ത്രവിദ്യ ഇല്ലാതെ ഗുരു പ്രതിഷ്ഠിച്ചത് കൊണ്ടാണെന്ന് പറയുമ്പോ ഓർക്കുക, കഴിഞ്ഞ ദിവസം അരുവിപ്പുറത്ത് 10 ദിവസത്തെ ഉത്സവത്തിന്റെ സമുദ്ഘാടനം നടക്കുമ്പോ ശിവഗിരിയുടെ മഠാധിപതിയുടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. കാരണം ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ഈ പ്രതിഷ്ഠ നിങ്ങൾ പറയുന്ന വിധിപ്രകാരമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിലേക്ക് ഉറഞ്ഞാടി വന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നില്ല എങ്കിലും പൂണൂലിട്ടവൻ വന്ന് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. എന്താ? ആ പൂണൂലിട്ടവൻ വന്ന് ചോദിച്ച ചോദ്യം ഇത് മാത്രമായിരുന്നു. എന്താ പൂണൂലിട്ടവൻ വന്ന് ചോദിച്ച ചോദ്യം? അത് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തുവാൻ എന്ത് അധികാരമാണ് ഗുരുവിനുള്ളത്, തൃപ്പാദങ്ങൾക്കുള്ളതെന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിനെ മഹാഗുരു നേരിട്ടത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്. ആ നമ്മുടെ ശിവനെ മനസ്സിലാക്കുവാൻ പഠിതാക്കളെ, നമ്മുടെ സമൂഹം, നമ്മുടെ ഇടയിലെ പോലും ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായി
നാം ചിന്തിക്കേണ്ട ഒരു ശിവരാത്രിയുടെ ഇരുട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വെളിച്ചമുണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ ഇരുട്ടെന്ന് എന്നെയും നിങ്ങളെയും പഠിച്ചപ്പോ ആ ഇരുട്ട് ആസുരം ലോകമെന്നുണ്ട് കൂരിരുട്ടാൽ ആവൃതമെന്ന് നമ്മളെ ഈശാവാസ്യോപനിഷത്തിലൂടെ ഭഗവാൻ പഠിപ്പിച്ച ആസുരമായ കൂരിരുട്ടിലേക്ക് നിബന്ധിച്ചവരായി, അരിവിപ്പുറത്തെ ശിവരാത്രിയുടെ ഇരുട്ടിൽ മാത്രം നിൽക്കുന്നവരായി, ആ വലിയ പ്രകാശമുണ്ടല്ലോ ഗുരു പ്രതിഷ്ഠിച്ചപ്പോ ഒരു കല്ലിനോട് ജയിച്ച മാന്ത്രിക അത്ഭുത വിദ്യ മഹാഗുരു ആ മണ്ണിൽ സൃഷ്ടിച്ചപ്പോ അത് മനസ്സിലാക്കാൻ കഴിയാതെ, ആ പ്രകാശത്തെ കാണാൻ കഴിയാതെ ഇരുട്ടിനെ മാത്രം കാണാൻ കഴിയുന്നവരായി എന്റെയും നിങ്ങളുടെയും ജനത 2025 ജീവിക്കുക. അവിടെയാണ് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത്. കാരണം എന്താ, ഞാൻ ഇന്ന ക്ഷേത്രത്തിലെ ശിവരാത്രി പോയിട്ട് എന്തൊരാളായിരുന്നറിയാമോ? ഞാൻ ഒരിക്കല് തൃശ്ശൂരുള്ളപ്പോ തൃശ്ശൂര് പൂരം കാണാനായിട്ട് പോയി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരും. അപ്പൊ പറഞ്ഞു, പൂരം നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോവാണോ? ഇവിടുന്ന് വരുന്നത് കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വരുമ്പോ എന്തിനാ പൂരത്തിൽ വരുന്നത്? ആനയെ കാണാൻ മാത്രമല്ല, അല്ലെങ്കിൽ വെടിക്കെട്ട് കാണാൻ മാത്രമല്ല, എന്തൊരാളാ. കാരണം ആളാണ് ഭക്തിയുടെ അടിസ്ഥാനം, ആളാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ സമസ്ത രംഗങ്ങളുടെയും പരിപൂർത്തികളും ആൾക്കൂട്ടമായി മാറുന്നു. അതുകൊണ്ടാണ് ഗുരു വാവൂട്ടി യോഗത്തിലൂടെ ആളുകളെ അടുപ്പിച്ചത്. അവിടെ നിന്ന് അത് അരിപ്പുറം ക്ഷേത്രയോഗമാക്കി ആളുകളെ അടുപ്പിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു. 903 ജനുവരി മാസം 7-ാം തീയതി ആ ചൈതന്യധാമം ഒഴുകുന്ന ആ എനർജി, ലോകത്തിലെ ഏറ്റവും വലിയ എനർജിയുടെ കൂടാരത്തിൽ നിന്നുകൊണ്ട്, ആ പ്ലാവിൻ തണലിൽ ഇരുന്നു കൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹാപ്രസ്ഥാനം ആ ഹൃദയത്തിൽ നിന്ന്, അങ്ങയുടെ തിരുവുള്ളമൂറിയ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ആൾക്കൂട്ടത്തിലൂടെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് സമസ്ത രംഗത്തിലും വരാനാണ്. അവിടെയാണ് 10 ദിവസത്തെ ഉത്സവം തുടങ്ങുമ്പോ ആ ഉത്സവേദിയിൽ നിന്നുകൊണ്ട് മന്ത്രിമാരെ MLA ഒക്കെ നോക്കിയിട്ട് ശിവഗിരിയുടെ മഠാധിപതി ചോദിക്കുകയാണ്, ഈ 2025 ഷട്ടിട്ടുകൊണ്ട് ഞാനും നിങ്ങളും മുടക്കുന്ന പണമാണല്ലോ ദേവസ്വം ബോർഡില്, അല്ലാത്ത ക്ഷേത്രങ്ങൾ അവിടെ നിൽക്കട്ടെ, അവരുടെ ആചാരങ്ങളിൽ നിൽക്കട്ടെ, അവിടെ ഞങ്ങൾക്ക് ഷട്ടിട്ടുകൊണ്ട് കയറാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോ അവിടെ തന്ത്രി പറയണമെന്ന് പറയുന്ന തിട്ടൂരം ഈ രാജ്യത്തെ പുരോഗമനം പറയുന്ന, പുരോഗമനത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള അധികാരവർഗത്തിന് പോലും ഓച്ചാനിച്ചുകൊണ്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പത്രവാർത്തയുടെ ഒരു കട്ടിംഗ് ആയി മാത്രം ഉത്തരം പറയാൻ കഴിയുന്നു. അതൊക്കെ ആചാരത്തിന്റെ കാര്യമാണെന്ന് പറയേണ്ട 2025 നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ശിവൻ എവിടെ നിൽക്കുന്നു എന്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ? നമ്മുടെ ശിവന്റെ പ്രതിധ്വനി എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? അതുകൊണ്ട് നമ്മളെങ്കിലും, നമ്മോടൊപ്പം നിൽക്കുന്നവരെങ്കിലും നമ്മുടെ ശിവനെ തേടി അരുവിപ്പുറത്തേക്ക് പോവണ്ടേ? നമ്മുടെ ശിവനെ തേടി നാഗമ്പടത്തേക്ക് വരണ്ടേ? നമ്മുടെ ശിവനെ തേടി കോലത്തുകരയ്ക്ക് പോവണ്ടേ? അല്ലെങ്കിൽ എവിടെയാ ഗുരുഭക്തി ഉള്ളവരായിട്ട് നമ്മൾ മാറുക? എവിടെയാണ് നമ്മളുടെ ക്രിയാപഥങ്ങളൊക്കെ മാറുക? കാരണം പൊട്ടിച്ചെറിയ കാഴ്ചങ്ങളെ വിഭോ, പൊട്ടിച്ചെറിയുക കൈച്ചെങ്ങലയും എന്ന് ആശാൻ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ആശാൻ അങ്ങനെ പഠിപ്പിക്കുമ്പോ നമ്മളവർക്ക് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മുടെ അമേരിക്കയുടെ ഭരണാധികാരിയായിട്ടുള്ള ട്രംപ്, ആ ട്രംപ് നമ്മുടെ ഭാരതീയരായിട്ടുള്ള കുറെ ആളുകളെ 3 വിമാനങ്ങളിലായിട്ട് 3 സൈനിക വിമാനങ്ങളിലാക്കി ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് കയ്യും കാലും ബന്ധിച്ചിട്ടാ. ഞാൻ പറയും, ഈ അരിവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ ഈ സമീപത്ത് നിന്നുകൊണ്ട്, ഈ ശിവരാത്രിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ഈ ഭാരതത്തിന്റെ മക്കള് ഇന്നും, ലോക ജനത ഇന്ന് നിൽക്കുന്നത് കയ്യും കാലും ബന്ധിച്ചിട്ടാ. ആചാരങ്ങളുടെ ക്രമീകരണത്തിന്റെ കയ്യും കാലും ബന്ധിച്ച് നിൽക്കുക. മിനിയാന്ന് ഇന്നലെ ഞാനൊരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടില് മക്കള്, മൂത്തവൻ വിദേശത്തു നിന്ന് വന്നവൻ ശ്രീനാരായണ ധർമ്മം എടുത്തിരിക്കുന്നു. ഞാൻ അഭിമാനത്തോട് നിൽക്കും. അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചപ്പോൾ അവിടെ ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് അപ്പനോടുള്ള ബഹുമാനം കൊണ്ടും അമ്മയോടുള്ള ബഹുമാനം കൊണ്ടും ഞാൻ ആ വീട്ടിൽ ചെന്നതാ. വീട്ടിൽ ചെന്നപ്പോ മകൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്നാ ചടങ്ങുകൾ തീരുന്നത്? അത് ഞങ്ങൾ 10-11 ആയിട്ട് തീർക്കുക. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ ശ്രീനാരായണ ധർമ്മം പഠിച്ച് വളരെ ഗംഭീരമായ ഉദ്യോഗസ്ഥനായ വ്യക്തിയാണ് അദ്ദേഹം. മകൻ 2 മക്കളും ഗംഭീരരായ ഉദ്യോഗസ്ഥരാ. ഈ ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകം ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് 10-11 ആചരണം നടത്തേണ്ടതെന്ന്. ഞാൻ എന്നൊക്കെ പറഞ്ഞു വലിയ സന്തോഷം തോന്നി. പക്ഷേ പോരാൻ നേരം 1 മണിക്കൂറോളം അവരുമായി സംവദിച്ച് മടങ്ങിയപ്പോ എനിക്കൊരു കാര്യം പറഞ്ഞു. ഞാൻ താണിശ്ശേരി വിളംബരത്തെ കുറിച്ച് പറഞ്ഞു.
താനിശ്ശേരി വിപ്ലവം നടന്ന ഇരിങ്ങാലക്കുടയില് ഞാൻ ചെന്നപ്പോ കാണാൻ കഴിഞ്ഞത് 15ഉം 16ഉം ആചരിക്കുന്ന കുടുംബങ്ങളെ മാത്രമേ ഈ 2024 കഴിഞ്ഞ വർഷവും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള. ഓർക്കുക, ഗുരുവിന്റെ ബോധാനന്ദ സ്വാമിജി ഗുരുവിന്റെ കൽപ്പനയനുസരിച്ചു ആചാര നിബിഡമായിട്ടുള്ള അന്തവാസ നിബിഡമായിട്ടുള്ള ഈശ്വരനിൽ നിന്ന് നമ്മളെ പരിഷ്കരിച്ച ആ മഹാഗുരുവിന്റെ വിപ്ലവം നടന്ന മണ്ണായിട്ടുള്ള താനിശ്ശേരിയിൽ കാണുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി. കാര്യം എന്താ പറയുമോ, 10ലും 11ലും തീർക്കാൻ മക്കൾ തയ്യാറായത് ഉണ്ടെന്നറിയുമോ, 2 മക്കൾക്കും വിദേശത്തേക്ക് പോകണം. ആ വിദേശത്തേക്ക് പോരണമെങ്കിൽ ആചാരം 15ൽ നിന്നും 16ൽ നിന്നും 11ലേക്ക് ആക്കണം. ഇതാണ് ഇന്നത്തെ അഭിനവ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവിടെ ഗുരു ഉണ്ടാവില്ല. അവിടെ ഗുരുദേവന്റെ ധർമ്മത്തിന്റെ നടവഴികൾ അടഞ്ഞ വഴികളായിട്ട് മാറും. അതുകൊണ്ടാണ് ട്രംപ്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ട്രംപ് കയ്യും കാലും ബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ മക്കളെ ഇവിടെ എത്തിയെന്ന് ഞാൻ പറയും. മറ്റൊന്നും ഞാൻ പറയുന്നതിനെ കുറിച്ച് വിചാരിക്കരുത്. ഞാൻ അതിനെ കാണുന്ന വ്യൂ ഞാൻ പറയുകയാണ്. കാരണം കയ്യുകളും കാലുകളും ബന്ധിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ആരാധനയുടെ ലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ എന്താണ് അരിയുപ്പുറത്തിൽ നിന്ന്, അരിയുപ്പുറത്തെ ശിവപ്രതിഷ്ഠയിൽ നിന്ന്, വാവൂട്ട് യോഗത്തിൽ നിന്ന്, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൽ നിന്ന് ഓരോന്നും 3 എട്ടുകളും ചേർന്നപ്പോൾ ലോകത്തിലുണ്ടായ അനശ്വരമായ വർഷമായിട്ടുള്ള ഒന്നാമതെട്ടണമെങ്കിൽ ഈ 8 ഉണ്ടല്ലോ, വളവുള്ള ഈ വളവുകളിൽ നിന്ന് മോചിതമായിട്ട് നേരെ നിൽക്കാൻ പഠിപ്പിക്കണമെന്ന് സൂചിപ്പിക്കാനാണോ ആദ്യം 1ഉം പിന്നെ ഈ വളഞ്ഞ 3 എട്ടുകളും വന്നതെന്ന് ഞാൻ സംശയിക്കുകയാണ് ഈ നിമിഷത്തില്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. മായാബന്ധിതമായ അവസ്ഥയിൽ നിൽക്കുമ്പോ സ്വത്വം പേറിക്കൊണ്ട് പോകണം. സാധിക്കുമെങ്കിൽ പഠിതാക്കളെ നിങ്ങളെല്ലാം കൂടെ തീർത്ഥയാത്രയായി അരിയുപ്പുറത്തിന്റെ മണ്ണിലേക്ക് പോകണം ഈ ദിവസം. അല്ലെങ്കിൽ ഭക്തജനസംഘം നാഗമ്പടത്തിന്റെ മണ്ണിലേക്ക് പോകണം. അവിടെ ഇരുന്നു കൊണ്ട് എന്റെയും നിങ്ങളുടെയും നമ്മുടെ ശിവന്റെ ജനതയെ പഠിക്കണം. ആ ജനത ഇന്ന് നിലനിൽക്കുന്നത് പൂണൂലിട്ടവന്റെ ചോദ്യം കേട്ടപ്പോ നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു വന്ന അരിയുപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും ഗുരു പഠിപ്പിച്ചുവെങ്കിലോ ആ പൂണൂലിട്ടവനാണോ ശാന്തിക്കാരൻ എന്ന് ചോദിച്ച് നമ്മുടെ കോട്ടയം SNDP യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ശശികുമാർ സാറ് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യം പോലെ നാഗമ്പടത്തെ ശാന്തി, രജീഷ് ശാന്തി ആരാണ്? അത് രജീഷ് ശാന്തിയാണ്. നമ്മൾ പോകുന്ന വലിയ അനുഗ്രഹം കിട്ടുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ, ആ ക്ഷേത്രങ്ങൾ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പോറ്റി ആരാണ്? അത് തിരുമേനിയാണ്. ആ തിരുമേനിയും ഇവിടെ ശാന്തിക്കാരനുമാകുന്ന ഒരു ലോകത്തിലേക്ക് ചുരുങ്ങുക മാത്രമല്ലേ ആത്മജ്ഞാനികളായ ഞാനും നിങ്ങളും ആ ഒരു കല്ലിൽ നിന്ന് ഒരു കല്ല് ഉറച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ശബ്ദം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പ്രകടനങ്ങളെല്ലാം ഉറച്ച കല്ലായിരിക്കണമെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ അർത്ഥകൽപ്പനകൾ, ആ അർത്ഥകൽപ്പനകളുടെ ശംഖധ്വനി അരിയുപ്പുറത്തിന്റെ ഓരോ ശിവരാത്രിയിലും മുഴങ്ങുമ്പോ ആ രാത്രി ഇരുട്ടായി മാത്രം മാറുന്ന ജനതയായി ഞാനും നിങ്ങളും ഇരുന്നാൽ മതിയോ? അതോ സത്വാവേശം പേറിക്കൊണ്ട് ഗുരു നൽകിയ ആ ജ്ഞാനകൽപ്പനയ്ക്ക് ഭൗതികതയുടെ ഉപ്പ് മാത്രമായിരുന്നില്ല, അല്ലെ ആത്മീയതയുടെ ഉപ്പ് മാത്രമായിരുന്നില്ല, ഭൗതികതയുടെ മധുരവും ഉണ്ടായിരുന്നു. ആ ഭൗതികതയുടെ മധുരം ആത്മീയതയുടെ ഉപ്പും ചേർന്നുകൊണ്ടുള്ള ഊർജ്ജസ്വലമായ എന്നെയും നിങ്ങളെയും സമൂഹത്തെയും സൃഷ്ടിക്കുവാനായിരുന്നു ആ ക്ഷേത്രമെന്ന് മനസ്സിലാക്കാതെ ആചാരങ്ങളുടെ പുറകെ പോയി ആചാരങ്ങളിൽ അധപ്പതിച്ച് ജീവിക്കുന്നവരായി ഇന്ന് ഞാനും ജനകോടികളും മാറിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തില് അവിടെ ട്രംപ് വിട്ട ആ ഇന്ത്യക്കാര് കയ്യും കാലും ബന്ധിച്ചുവെങ്കില് അരിയുപ്പുറത്ത് നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പൊട്ടിച്ചെറിയ കാഴ്ചങ്ങളെ പൊട്ടിച്ചെറിയുക കൈച്ചങ്ങളെയുമെന്ന് ആശാൻ വിലപിച്ചുവെങ്കില് ഞാനും നിങ്ങളും ഇതാ കയ്യും കാലും ബന്ധിച്ചവരായി നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ശിവരാത്രി എന്ന് പറയുന്നത് ഐതിഹ്യ പെരുമയുടെ ശിവരാത്രി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്ന അഭിനവ 2025 ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ഓരം ചേർന്ന് നിൽക്കുന്ന 60 ചില്ലുവാനം ആളുകളുണ്ടല്ലോ, ആ 60 ചില്ലുവാനം ആളുകൾ പെരുമ മുഴക്കിയാൽ തന്നെ അത് 6000ത്തിലേക്കും 60,000ത്തിലേക്കും പ്രവഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ മനസ്സിലാവട്ടെ ആ രാത്രിയുടെ വലിയ ശിവനെ, അവിടെ മനസ്സിലാക്കട്ടെ അരിയുപ്പുറത്തെ എന്തിനെല്ലാമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചത് എന്നുള്ള യാഥാർത്ഥ്യത്തെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിലേക്ക് സംസ്കൃതത്തിലൂടെ കൊണ്ടുവരുവാൻ അരിയുപ്പുറത്തെ ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുദേവനെ പഠിച്ചുകൊണ്ട് ആ ഗുരുവാണ്, ആ ഗുരുവിന്റെ തത്വശാസ്ത്രമാണ് യഥാർത്ഥമായിട്ട്
ശവമല്ലാത്ത അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുക എന്നുള്ള തിരിച്ചറിവിന്റെ പുതിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുവാൻ കഴിയുന്ന മാമൂലുകളുടെ ബന്ധങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് യഥാർത്ഥ സത്യയെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഉണർവിന്റെ ഉണ്മയിലേക്ക് വളരുവാൻ ഈ ശിവരാത്രിയും നമ്മുടെ അരുവിപ്പുറവും ശ്രീനാരായണ ഗുരുദേവനും മാറട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഗുരുവാര പാഠശാലയുടെ സമയം 9 മണിയാണെന്ന് ഞാൻ സുധീഷ്ജിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കുകയാണ്. എന്റെ പൊട്ടിത്തെറിക്കൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തൽക്കാലത്തേക്ക് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശിവ നിൻ തിരുനാമമോർത്ത് കണ്ടാൽ എവിടെയും ഒന്നും ഇതിനു തുല്യമില്ല, ഇവ പലതുള്ളിൽ എറിഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഈ വണ്ണം അലഞ്ഞിടുന്നു കഷ്ടമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ശിവനെ തേടി പുതിയൊരു അലച്ചിൽ ആരംഭിക്കുന്ന ആ അലച്ചിൽ നിന്ന് സ്വർഗമാധുര്യമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ശിവനെ കണ്ടെത്താൻ ജീവിതത്തിന്റെ സമസ്ത രംഗങ്ങളിലും കഴിയുന്നവരായിട്ട് പഠിതാക്കളിലൂടെ ഒരു പുതിയ സ്വർഗരാജ്യം സൃഷ്ടിക്കപ്പെടട്ടെ. ആ സ്വർഗരാജ്യത്തില് നാഗമ്പടവും അരുവിപ്പുറവും കോലത്തുകരിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് തിരിച്ചറിയണം. മറ്റെല്ലാം നമുക്ക് നൽകിയത് പിശാചിന്റെ രാജ്യമാണെന്നുള്ള തിരിച്ചറിവിന്റെ ലോകം ഈ ആസുരതയിൽ ഞാനും നിങ്ങളും നമ്മുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ആളുകൾ നിൽക്കുമ്പോൾ തിരിച്ചറിവിന്റെ സ്വരഗീതമായി പറന്നു വരുവാൻ അരുവിപ്പുറത്തിന്റെ ശിവപ്രതിഷ്ഠയ്ക്ക് കഴിയട്ടെ, സാധിക്കട്ടെ. പഠന പ്രക്രിയയുടെ പുതിയ ഭാസുരതയിലേക്ക് അത് നമ്മളെ എത്തിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പഠന കേന്ദ്രത്തിന്റെ ഈ ഭാസുരമായ ലക്ഷ്യം പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകളുടെ നന്മ അരുവിപ്പുറത്തെ ആ അശ്രുകണങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കട്ടെ. വളരെ നന്ദി സജീഷ് സാർ. ഇത്രയും സമയം ശിവരാത്രിയും അരുവിപ്പുറവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ചത് ഗുരുധർമ്മ പ്രചാരകനും SNDP യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റുമായ ശ്രീ സജീഷ് കുമാർ മണൽ അവറുകളാണ്. ഈ ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മളിലുണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, നാം ചിന്തിക്കേണ്ട രീതികളെക്കുറിച്ച് വളരെ വ്യക്തമായി മനോഹരമായി സാർ ഇവിടെ പറയുകയുണ്ടായി. ഇത്രയും സമയം നമ്മളോട് സംവദിച്ച ശ്രീ സജീഷ് കുമാർ സാറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും സാറിനെ ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. സമർപ്പണ പ്രാർത്ഥന ആലപിക്കുന്നത് ശ്രീമതി രമാദേവി ടീച്ചർ. രമ ടീച്ചർ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഈ ലിങ്കിൽ നിന്നും ഏവർക്കും പുറത്തേക്ക് പോകാവുന്നതാണ്.